ശരി അളിയോ. അതെ, സമയം 11:30 കഴിഞ്ഞു. പെട്ടെന്ന് വാ. എന്നെ ആരും നിർബന്ധിച്ചുകൊണ്ട് പോയതല്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. എന്നെ കല്യാണം കഴിക്കാൻ അന്ന് തന്നെ പറഞ്ഞതാ. ഞാനാ പറഞ്ഞ അച്ഛൻ കൂടി സമ്മതിച്ചിട്ട് മതിന്ന്. എനിക്ക് പ്രേമൻ ചേട്ടന്റെ കൂടെ തന്നെ പോയാ മതി. അളിയ ഒന്ന് നിക്കുന്നേ. ഓ, ഇനി എന്നത്തിനാ നിക്കുന്നേ? കോടതി പറയാൻ പോകുന്ന എന്തെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണായതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിന് പോകാൻ അനുവദിക്കും. എന്നാലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഓ, ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തേ. ഇന്ന് അമ്മച്ചിയെ മെന്റൽ ഹോസ്പിറ്റൽ ആക്കേണ്ട ദിവസാ. അതിട്ടാ ഇങ്ങോട്ട് ഓടി വന്നത്. ആ, നീ ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം ബീനയും കൂട്ടി വീട്ടിലേക്ക് വന്ന് കേട്ടാ. ശരി. ആ ടിക്കറ്റ് 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 ടിക്കറ്റ്. ഒരു മിഷൻ കോട്ടേഴ്സ്. ആ ഇവിടെ പുറകിൽ ആളുണ്ട്. പുറകിൽ ആരുമില്ല. കണ്ടക്ടർ, ചുങ്കത്തേക്ക് ഒരു ടിക്കറ്റ്. ഈ കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. അല്ല, പുറകിൽ നിങ്ങളാണെന്ന് ഈ കുട്ടി പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പക്ഷെ ഈ കുട്ടി എന്റെ ആരുമല്ലെന്നുള്ള സത്യം എനിക്ക് പറയാമല്ലോ. കല്യാണം കഴിക്കാൻ പോവാന്ന് കോടതി പറഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങിയതല്ലേ ഉള്ളൂ. അതിനുമുമ്പ് ഡൈവേഴ്സ് ആയ. ഓ, കുടുംബ പ്രശ്നമാണല്ലേ. ആള് ഇത് തന്നെയല്ലേ കൊച്ചേ? അതെ. ആ ടിക്കറ്റ് ഒരല്പം മാറിക്കേ. ഒരെണ്ണം മതി എന്ന് പറഞ്ഞിട്ട് പോട്ടെ സാറേ, കുടുംബ പ്രശ്നമൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കാമോ? സാരമില്ലെന്ന്. അയ്യോ. ഏയ്, ഒന്ന് പതുക്കെ നടക്ക്. പതുക്കെ നടക്കാൻ നിക്ക്. എന്നെ കളറുള്ള ആളല്ലേ, പിന്നെന്താ ഇങ്ങനെ? എന്റെ അച്ഛൻ പറയാറുണ്ട്, മനുഷ്യത്വം ദയ ഇതൊന്നും കാണിക്കാൻ പാടില്ലാത്ത കാലമാണിതെന്ന്. ഇത്രയും വലിയ കുരിശ് ചുമക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇങ്ങനെ ദേഷ്യപ്പെടാൻ ഇപ്പൊ എന്താ അത് ഉണ്ടായത്? മാനവും മര്യാദ ഇല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എടി, എത്ര പേരുടെ മുമ്പിൽ വെച്ചാൽ തമ്മിൽ ഇഷ്ടമാണെന്ന്, കല്യാണം കഴിക്കാൻ പോവാണെന്ന് നീ വിളിച്ചു പറഞ്ഞേ. കേട്ടവരെ എന്നെ പറ്റി എന്താ ധരിച്ചിട്ടുണ്ടാവുക? ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പൊ ഇറങ്ങി പോരാൻ പറ്റി. കോടതിയിലേക്ക് വരുമ്പോ ഒരു പോലീസുകാരത്തെ സ്വകാര്യമായിട്ട് ഈ സൂത്രം പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ നമ്മളെ രണ്ടാളെ ഇപ്പൊ ജയിലിൽ പിടിച്ചിട്ടേനെ. തൂക്കിക്കൊന്നാലും ഇതിനേക്കാൾ ഭേദമായിരുന്നു. ഈശ്വര, ഇവിടുത്തെ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? തേക്കും തോട്ടത്തിലാണാ. എങ്ങോട്ടാ സാറേ? മനസ്സമാധാനം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും. 1-ാം തീയതി ബാറിൽ അവധിയാണ് സാറേ. ഏയ്, എന്താ മോളെ ഉടഞ്ഞത്? ശബ്ദം കേട്ടപ്പോ മനസ്സിലായില്ലേ? ഏതോ കുപ്പിപ്പാത്രമാണെന്ന് മനസ്സിലായി. അത് ഏതാണെന്നാ ചോദിച്ചത്. പിന്നെ 100 കണക്കിന് പാത്രം അങ്ങ് നിരത്തി വെച്ചിരിക്കല്ലേ ഉടയ്ക്കാനായിട്ട്. ആ പുളി ഇട്ടിരുന്ന പാത്രം നല്ലോണം പെറുക്കിക്കള, ഇല്ലേ കുപ്പിച്ചില് കാലിലെങ്ങാനും കൊള്ളു. ഓ, കൊറേ നേരം ആയല്ലോ ഈ മുറം വെച്ചോണ്ടല്ലോ ഇരിപ്പ് തുടങ്ങിട്ട്. അരിയിലെ കല്ല് പെറുക്കണ്ട, പിന്നെ പെറുക്കിയെടുത്തോളൊക്കെ മതി. അടുപ്പത്ത് വെള്ളം കിടന്ന് തിളച്ച് മറിയാ. എടി പെണ്ണെ, അത് കഴിവൊന്നും വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവാ. ഈ പെണ്ണിന് എന്താ പ്രാന്ത് പിടിച്ചോ? നിങ്ങളുടെ ഇടയിലല്ലേ ജീവിക്കുന്നേ, പിന്നെ എങ്ങനെ ഭ്രാന്ത് പിടിക്കാതിരിക്കുന്നേ? എന്റെ കൊടുങ്ങല്ലൂരമ്മേ, ഈ പെണ്ണെന്തിനാ എന്നോട് ചാടിക്കടിക്കുന്നേ? ഓ, അല്ല, ഒന്ന് ചോദിച്ചിട്ടാവാന്ന് വിചാരിച്ചിട്ടാ. ഒരേ ക്ലാസ് കേസുണ്ട്. ചെറുക്ക മംഗലാപുരത്ത് ടൈലറാ, ഇപ്പൊ നാട്ടിലുണ്ട്. ഞായറാഴ്ച വന്നാ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോന്ന് ചോദിച്ചു. കൊണ്ടുവരണോ വേണ്ടേ? എന്തിനാ രാമകൃഷ്ണൻ ചേട്ടാ വെറുതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? ഞാനിപ്പോ ആ മോഹമൊക്കെ അങ്ങ് വിട്ടു. എത്ര നല്ല ആലോചനയാന്ന് പറഞ്ഞാലും എന്റെ മോക്ക് പിടിക്കത്തില്ലെന്നേ. അത് അമ്മയാണോ തീരുമാനിക്കുന്നേ? നിങ്ങൾ അവരോട് വരാൻ പറഞ്ഞോളൂ. ഇനിയിപ്പൊ കണ്ടില്ലെങ്കിൽ എനിക്ക് സമ്മതം. പോരെ? ഹോ, മനസമാധാനത്തോടെയുള്ള മാഷിന്റെ കിടപ്പ് കാണുമ്പോ തന്നെ എന്തൊരു സുഖ. നന്നായുള്ളൂ മാഷെ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇതാ. ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ അച്ഛനും മോനും മാത്രം പോരല്ലോ. ഒരു മരുമകൾ വരണം, അവർക്ക് മക്കൾ ഉണ്ടാവണം, അവരുടെ കളിയും ചിരിയും കരച്ചിലും ഒക്കെ ഈ വീട് മുഴുവൻ നിറയണം. ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത പ്രേമന് ഉണ്ടായല്ലോ. അയ്യോ, അങ്ങനെയൊന്നും അല്ല. ഇതാ കുട്ടിയെ ധർമ്മസങ്കടത്തിൽ നിന്ന് അവനെന്ന് രക്ഷിച്ചതാ. അതിന് മനസ്സുണ്ടാവാന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോ? വേറെ പെണ്ണിനെ കിട്ടാഞ്ഞിട്ടാ? ആരോരും ഇല്ലാത്തൊരു കുട്ടിക്ക് ജീവിതം കൊടുക്കാന്ന് പറഞ്ഞ അതൊരു പുണ്യം തന്നെയാ. പറയുന്നത് അങ്ങോട്ട് മനസ്സിലാകില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? ശോഭനയെ നിങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങള്. മാഷേ, നമ്മളൊക്കെ പാവങ്ങളാ. പിള്ളേര് പറയണത് അങ്ങനെ എന്നെ അങ്ങോട്ട് വിശ്വസിക്കും.
അവിടെ മണികണ്ഠേട്ടന്റെ പെങ്ങള് വിലാസിനി, അവള് കുഞ്ഞൂട്ടേട്ടനും തമ്മിൽ സ്നേഹത്തിലാണെന്ന് ആളോള് പറഞ്ഞപ്പോ ഞങ്ങള് വിശ്വസിച്ചോ? ദേ എന്റെ ഈ തലയിൽ തൊട്ട് സത്യം ചെയ്തതാ ഏട്ടത്തി, അങ്ങനെയൊന്നും ഇല്ലാന്ന്. ഒടുവിൽ ഗുരുവായൂർ പോയി താലിയും കിട്ടി വന്നപ്പോഴല്ലേ ഞങ്ങൾ അന്തം വിട്ടത്. ദേ ഇതിപ്പോ മാഷോട് തുറന്ന് സമ്മതിക്കാൻ അവന് വിഷമം കാണും, നമ്മളത് മനസ്സിലാക്കണ്ടേ? എവിടെയാ മിടുക്കത്തി? അമ്പടി കേമി. ദാ ഇത് ശോഭനേച്ചിയുടെ വക. നിനക്ക് ഇഷ്ടാവോന്നറിയില്ല, സാരിയും ചുരിദാറും ഒക്കെ ഉണ്ട്. വരണ വഴി മൊയ്തീക്കാട് കടയിൽ നിന്ന് വളയും മാലയും കമ്മലും പൊട്ടും എല്ലാം ഇങ്ങ് വാങ്ങിച്ചു. പ്രേമന് ഇതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല. അയ്യോ, ഞാനത് പെട്ടെന്ന് വേറെ വഴിയില്ലാത്ത അതൊന്നും സാരില്ലെന്നേ. ദൈവം തമ്പുരാൻ ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മളെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കും. അതിനിടയ്ക്ക് കുറച്ച് വിഷമിപ്പിക്കും, കരയിക്കും, അതൊക്കെ സാധാരണയാ. മനസ്സുകൊണ്ടുള്ള ചേർച്ചയാ പ്രധാനം. ഇനി നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് ചെറിയ തോതിലാണെങ്കിലും ആ ചടങ്ങ് അങ്ങ് നടത്തണം. ദേ കഴുത്തിലൊരു താലി വീഴുന്നവരെ കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ. കുറുമ്പോ? എന്ത് കുറുമ്പ്? ഓടി അവിടുന്ന്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ശ്ശോ. എനിക്കിനി ഓടാൻ വയ്യ. അരുത് പ്രേമ, ഒന്നും ചെയ്യരുത്. ഒന്നുമില്ലെങ്കിൽ നിന്നെക്കാളും വയസ്സിന് മൂത്തതല്ലടാ ഞാൻ. പോകരുത്, മനുഷ്യനെ നാണം കെടുത്തിട്ട്. മനഃപൂർവ്വമല്ലല്ലോ. ഇത്രയും വലിയൊരു രഹസ്യമൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ആ ഏരിയയിൽ ഒരാളില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാ ഞാൻ എന്റെ മനസ്സിൽ നീ ഭാരം ഇറക്കി വെച്ചത്. ചെകുത്താൻ പോലീസിന്റെ വേഷത്തിൽ വരുമെന്ന് ആരറിഞ്ഞു? നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാതായി. നോക്കണ്ട. ഞാൻ എന്റെ അച്ഛനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പെട്ട പാടറിയോ? തീ കൊള്ളിയാണ്ടല്ലേ കളിച്ചത്. അപ്പൊ പിന്നെ കുറച്ച് വൈകിട്ടാണെങ്കിലും പൊള്ളൂ. ഒറ്റ ഒരെണ്ണം അങ്ങോട്ട് തന്നോണ്ടല്ലോ. ഒക്കെ നല്ലതിനാണെന്ന് വെച്ച് സമാധാനിക്കടാ. ഒന്നുമില്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് തന്നെ കൂടെ കൊണ്ട് നടത്താലോ. പിന്നെ ഞാൻ അവളെ കൊണ്ട് വിലസാൻ പോവല്ലേ? തീർന്നു, ഇന്നത്തോടെ അവളെ പാക്ക് ചെയ്യാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോട്ടെ, ഞാൻ അതൊക്കെ എന്തിനാ അറിയുന്നേ? അവള് വല്ല തീവണ്ടിക്ക് തലവെച്ചാലോ? അതോടെ തീർന്നു കിട്ടുമല്ലോ. നിന്റെ ബുദ്ധിയും ബോധമൊക്കെ പോയാ. നിന്നെ കല്യാണം കഴിച്ച് കൂടെ പുറത്തോളാന്നല്ലേ അവള് കോടതി പറഞ്ഞത്. അതിന് എന്നിട്ട് അവൾ എവിടെങ്കിലും പോയി ചത്ത ആരാ തൂങ്ങ? ഇനി അത് വേണ്ട. നീ അവളെ വെറുതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് വിചാരിക്ക. വേറെ ആരെങ്കിലും നീ അവളെ നോക്കണില്ല എന്ന് പറഞ്ഞ് കടലാസ് കൊടുത്താൽ മതി. അപ്പോഴും പെട്ടു. അവളുടെ വായന് നിന്നെ പറ്റി മോശമായിട്ടൊരു വാക്കങ്ങ വന്ന പത്രക്കാര്, ടിവിക്കാര്, അതുപോലെ സാമൂഹ്യ പ്രവർത്തകര് ഒക്കെ കാത്തിരിക്കല്ലേ? ഒരു ഊരാക്കുടുക്കില മോനെ നീ തല വെച്ച് കൊടുത്തിരിക്കണേ. ഇത് ആണുങ്ങളുടെ ലോകം പറച്ചിലേ ഉള്ളൂ. പെണ്ണ് വിചാരിച്ചാൽ ഏത് കൊല കൊമ്പനി നക്ഷത്രം എണ്ണിക്കാം. എണ്ണിച്ച ചരിത്രമുണ്ട്. ഇനിയിപ്പം എന്ത് ചെയ്യും? തന്ത്രപൂർവ്വം നീങ്ങ. എങ്ങനെ? മനസ്സിൽ എത്ര ദേഷ്യം തോന്നിയാലും സ്നേഹം വാരി കോരി കൊടുക്കണം. അപ്പൊ കുറെ കഴിയുമ്പോ അവൾക്ക് തോന്നും, അയ്യോ ഈ പാവം ചേട്ടനെ ഞാൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അപ്പൊ ചെറിയൊരു മുള്ളെടുത്ത് കളയുന്ന പോലെ കളയ. നിന്റെ കല്യാണം ആയി കേട്ടല്ലോ. എന്നാ നിങ്ങളുടെ 16 ദിനത്തിന് എന്താ ഇത്ര വൈകിയത്? ശോഭനേച്ചി വാങ്ങിത്തന്നതാ. നന്നായിട്ടില്ലേ? കമലുണ്ടോ? ഇത് മാല. ഇതിനേക്കാൾ നല്ലത് ഞാൻ വരെ കണ്ടുവച്ചിട്ടുണ്ട്. പറ്റെങ്കിൽ മാറിയെടുക്കാം, അല്ലെങ്കിൽ എനിക്ക് പുതിയൊരെണ്ണം വാങ്ങി തന്നാ മതി. വാ, ഊണ് കഴിക്കാം. അച്ഛൻ നേരത്തെ കിടന്നു. ആര്? അച്ഛൻ. നീ ഇതുവരെ അങ്ങേരെ എന്താ വിളിച്ചോണ്ടിരുന്നത്? മാഷെന്ന്. ഇപ്പൊ എന്താ പെട്ടെന്നൊരു അച്ഛൻ? അല്ല, ഇത്രയൊക്കെ ആയ നിലയ്ക്ക്. എനിക്ക് ചോറ് വേണ്ട.